നമ്മളിന്ന് പോകുന്നത് ലോക്കൽ ഫോക്കസിൽ കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ വളക്കൈ കൊയ്യം റോഡ് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായിരിക്കുന്നു. 10 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ഒരു ഭാഗം ഇപ്പോഴും തകർന്ന് തരിപ്പിടമായി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനെത്തിയ കെ സുധാകരൻ എംപിയെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പരാതി അറിയിച്ചിരുന്നു. 84 രൂപയുടെ എസ്റ്റിമേറ്റ് തുക സർക്കാർ അനുവദിക്കാത്തതാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമെന്ന് UDF പറയുന്നു. ഇരിക്കൂർ MLA സജീവ് ജോസഫ് സർക്കാരിൽ യാതൊരു സമ്മർദ്ദവും ചെലുത്താത്തതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്ന് LDFും ആരംഭിക്കുന്നു. 84 കോടി രൂപയാണ് ടെൻഡർ തുക. പരസ്പരം കുറ്റപ്പെടുത്തിയാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിന്റെ കാര്യത്തിൽ തീരുമാനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വളക്കൈ കൊയ്യം റോഡിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അർജുൻ കല്യാട്. അർജുൻ, ഇപ്പോൾ ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ, അർജുൻ ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ കുലുങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം ജനം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നാട്ടുകാർ എന്ത് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പാണല്ലോ അവർക്ക് മുന്നിലുള്ള ഏക ഒരു മാർഗം ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ. അർജുൻ സൂക്ഷിച്ചിരിക്കണം അവിടെ, അതിൽ നിന്ന് വീഴരുത് കേട്ടോ. ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രത്തോളം ദുരിതപൂർണമാണ് എന്നുള്ളത് ഈ യാത്രയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സാധാരണ നിലയിൽ AI ക്യാമറയെ പേടിച്ചൊക്കെയാണ് സാധാരണ യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കാറുള്ളത്. പക്ഷേ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും ഹെൽമറ്റ് നിർബന്ധമാണ് എന്ന ബോർഡ് സ്ഥാപിക്കാനെങ്കിലും ഇതിൻ്റെ അധികാരികൾ തയ്യാറാവണമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് നൽകാനുള്ളത്. കാരണം അത്രത്തോളം ദുരിതമാണ്. ഒരു വണ്ടി കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കയറണമെങ്കിൽ വലിയ അധ്വാനമാണ് ഉള്ളത്. നാട്ടുകാരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം 10 വർഷത്തിലധികം സമയം ഇത്തരത്തിൽ ഇവിടെ കാത്തിരുന്നതിന് ശേഷമാണ് റോഡ് പ്രവൃത്തി ആരംഭിച്ചത്. അതിനുശേഷം റോഡ് പ്രവൃത്തി ആരംഭിച്ചു ഒരു ഭാഗം, പക്ഷേ ഇപ്പോഴും ടാർ ചെയ്യാതെ ഈ മേഖലയിൽ ഇപ്പോഴും കിടക്കുകയാണ്. വലിയ ദുരിതമാണ് ഈ നാട്ടുകാർ അനുഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളക്കൈ കൊയ്യം വേളം റോഡ്, ആ റോഡിലാണ് ഇപ്പോൾ ഈ ദുരിതയാത്ര നടത്തേണ്ടി വരുന്നത്. ഏകദേശം 11.5 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. അങ്ങനെ 8.5 കോടി രൂപയ്ക്ക് ഇതിൻ്റെ കരാർ പണികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഭാഗമായി ഈ വർക്കിൻ്റെ ഭാഗമായി കൂടുതൽ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള, അതായത് വലിയ കരിങ്കൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പണി നടക്കണമെന്നുള്ള ഒരു ഭാഗമായി ഇവിടുത്തെ റോഡ് കമ്മിറ്റിയുടെ ഒക്കെ ആവശ്യത്തിൻ്റെ ഭാഗമായി അത് വീണ്ടും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഈ റോഡ് പ്രവൃത്തി വൈകുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ ബിനിലെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം 10-100-ലധികം ആൾക്കാരുടെ ഈ പ്രദേശവാസികളാണ്. ഇവരുടെ എല്ലാവരും റോഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ റോഡ് അവിടെ കാണാനില്ല, പൂർണ്ണമായും റോഡ് അവിടെ കാണാനില്ല. നമുക്ക് തീർച്ചയായും നമുക്ക് ടാറിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കുറേ കല്ലും ചരലുകളും മാത്രം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റോഡ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാം. എന്താ ഇപ്പോഴത്തെ ഇവിടുത്തെ നിങ്ങളുടെ ആവശ്യം? എന്താ ആവശ്യം? ഈ റോഡ് 7 വർഷമായി ഈ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് സർക്കാർ ഇതിന് മുൻതിരിച്ചത് പ്രയാസം തന്നെ, നല്ല പ്രയാസമാണ്. മന്ത്രി റിയാസിന് നിവേദനം കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ശരിയാവുന്നുണ്ട്. ഈ 7 വർഷമായിട്ട് ഇങ്ങനെ ഇട്ടിട്ടില്ല, പേതിക്കിട്ടില്ല, റോഡ് പകുതിയാക്കി വെച്ച്. ബാക്കി ഈ റംസാൻ മാസമായ ഈ മാസം ശരിക്കും പറഞ്ഞാൽ കുട്ടികളടക്കം ശ്വാസം തടസ്സം അടക്കമുള്ള രോഗങ്ങൾ ദിവസേന ആശുപത്രി ഓടിമാറിയിട്ട് ഇത് കാണുന്നില്ലേ? കല്ലില്ല, കല്ല് തെറിച്ച് പോയിട്ടല്ലേ തെച്ചും കുട്ടികളടക്കം നെറ്റിക്കടക്കം പൊട്ടിയിട്ട് ആശുപത്രി കൂട്ടിപ്പോണ്ട അവസ്ഥയാണുള്ളത്. ഹെൽമെറ്റ് ഇല്ലാതെ ഇതുവഴി യാത്ര ചെയ്യുന്നത് വെറുതെ നമ്മുടെ ജീവന സുരക്ഷ. നടക്കുന്നവർ പോലും ഹെൽമെറ്റ് ഉപയോഗിക്കണം. വേണം. നടക്കുന്നവർ 7 വർഷമായി ഇതിങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ ഇവരാണ് കൂടുതൽ സ്ഥലം വിട്ടുകൊടുത്ത് മതിൽ പൊളിച്ച് പട പൊളിച്ച് ആദ്യം സ്ഥലം വിട്ടുകൊടുത്ത് 10 മീറ്റർ വിട്ടുകൊടുത്തത് ഇവരാണ്, കൊയ്യം നിവാസികളാണ്. ഇവരെയാണ് ഇപ്പോൾ അവഗണിക്കുന്നത് സർക്കാർ. അത് എന്ത് വന്നാൽ എത്രയും പെട്ടെന്ന് ഇത് റോഡ് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നമുക്ക് നാട്ടുകാർ. എന്തായാലും നമുക്ക് ഇവിടെയുള്ളവർ എന്താ അവസ്ഥ ദയനീയം തന്നെയാണ്. നടന്നു പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഒരു കാത്തു നിൽക്കാൻ വേണ്ടി ബസ് കാത്തു നിൽക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ബോർഡർ തെറിക്കുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ 11.5 കോടി രൂപയ്ക്ക് ഇതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നു. 8.5 കോടി രൂപയ്ക്ക് ഒരാൾ കരാർ എടുക്കുന്നു. പക്ഷേ പിന്നീട് ഇതിനകത്ത് ഒരു 84 ലക്ഷം രൂപയുടെ മറ്റും റിവ്യൂ എസ്റ്റിമേറ്റ് കൊടുത്ത് അതിൻ്റെ ഒരു കാലതാമസമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതെ, ചെറിയൊരു കാലതാമസം ഇതാണ്. 80 ലക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം ആ പൈസ പാസ്സാക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ RE സബ്മിറ്റ് ചെയ്തത്. അന്ന് PWD ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും സമ്മതിച്ചതാണ്.
അയച്ചു കൊടുത്താൽ പെട്ടെന്ന് പാസ്സാക്കി തരാണ്. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഫയൽ അനങ്ങുന്നില്ല. എന്തായാലും നമ്മുടെ വലിയ രീതിയിൽ പ്രയാസമാണ്. നമുക്കിപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ബസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ബസ്സിലെ ഒരു മിനിറ്റ് നമ്മൾ ബസ്സിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരൊക്കെ നിത്യേന ഇതുവഴി യാത്ര ചെയ്യുന്നവരാണ്. ഇവരോടെയും കൂടി ഒരു പ്രതികരണം നമുക്ക് തോന്നി. എന്താ ഇതിൻ്റെ അവസ്ഥ എന്താ ചേട്ടാ? പറഞ്ഞു എന്താ അവസ്ഥ മൊത്തം പോക്കാണ്. പോക്കാണ് ഇടുന്നത്. ഭയങ്കര പൊടിയായിട്ട് ഇടുന്നത്. ബസ്സിൽ തന്നെ ഇരിക്കാൻ കഴിയുന്നില്ല. മൊത്തം ഇതാണ്. വണ്ടിയെല്ലാം എടുത്തിട്ട് അടിക്കലാണ്. മെയിൻ്റെനൻസ് വർക്കും എല്ലാം കൂടി വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള പ്രയാസമുണ്ടോ? അതേ ഉണ്ടാവുള്ളൂ. മെയിൻ്റെനൻസ് വർക്കൊക്കെ കൂടുതലാവുള്ളൂ. ഒരാഴ്ച ഓടിയാൽ 2 ആഴ്ച വർഷോപ്പിൽ വെക്കേണ്ട അവസ്ഥയാണ്. വലിയ പ്രയാസമാണ്. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി മാത്രം ഓടുന്നതാണ്. അതന്നെ അങ്ങനെ സർവീസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബസ്സിലെ യാത്രക്കാരുടെ ചേച്ചി എന്താ റോഡിന്റെ അവസ്ഥ എന്താ? മോശം തന്നെ. വലിയ പ്രയാസമാണ് യാത്ര ചെയ്യാൻ. അതെ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെ. ഇതിന് നിങ്ങളുടെ ആവശ്യം എന്താ? നന്നാക്കി തരണം. കുറെ കാലമായില്ലേ നമ്മൾ കാത്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. വലിയ തോതിൽ പ്രയാസം ഇവരും അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമുക്ക് കുട്ടികളൊക്കെ കാരണം ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ പറയാറുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ പൊടി പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ എന്നുള്ളത്. അപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലെ പോരാട്ടത്തിൽ പൊടി കുറവുണ്ടെങ്കിൽ ഈ വളക്കൈ കൊവിയം റൂട്ടിലേക്ക് വന്നാൽ മതിയെന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. പക്ഷേ തമാശ കൊണ്ട് മാത്രം ഇത് പൂർത്തിയാക്കാനാവുന്ന ഒരു വാർത്തയല്ല. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് MP ആയാൽ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാർ MPയോ പഴിച്ചുകൊണ്ട് പരിഹരിക്കാനാകുന്ന ഒരു വിഷയമല്ല. നാട്ടുകാർക്ക് അവിടെ നല്ലൊരു റോഡ് വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർജുൻ കല്യാടാണ് എന്തായാലും ഈ വളക്കൈ കൊയ്യം റോഡിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്.